ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദ് ശാന്തപ്പനെയും കുഞ്ഞുമോളെയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാലനെതിരെയുള്ള കരുക്കൾ നീക്കാൻ വേണ്ടി ബാലൻ മാഷിനെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിനാണ് അരവിന്ദ് ശാന്തപ്പനെയും കുഞ്ഞുമോളെയും കൂട്ടുപിടിക്കുന്നത്. അങ്ങനെ കുഞ്ഞുമോളുടെ മനസ്സിലാണെങ്കിലും അരവിന്ദിനെ കൊണ്ട് കല്ലുവിനെ വിവാഹം കഴിപ്പിക്കണം, ആകാശിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ചാരു സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ അരവിന്ദിനെ തന്നെ എൻ്റെ മകൾ കല്ലുവിന് ഭർത്താവായിട്ട് കിട്ടണം, അതിനുള്ള വഴിയാണ് ഇനി ഞാൻ നോക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കുഞ്ഞുമോള് നിൽക്കുന്നത്. അങ്ങനെ ശാന്തപ്പം പറയാണ്, അരവിന്ദ് നീ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദിന് അത് സമ്മതമാണ്. അങ്ങനെ കുഞ്ഞുമോള് അരവിന്ദിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പറയുന്നത് കല്ലുവിനോടാണ്. അപ്പോൾ കല്ലുവിനാണ് ദേഷ്യം പിടിക്കുകയാണ്. അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് കല്ലുവിന് മനസ്സിലായത് കൊണ്ട് തന്നെ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അമ്മേ, ഞാൻ എന്തിനാ അരവിന്ദേട്ടന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല, നീ മര്യാദക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തോ, ഇല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കല്ലുവിനെ അരവിന്ദിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അരവിന്ദ് കല്ലുവിനെ കാണുമ്പോൾ എന്താ കല്ലു, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സുഖമാണ്. അപ്പോൾ കുഞ്ഞുമോൾ പറയാണ്, കല്ലുവിനെ നിനക്ക് ഭക്ഷണം വിളമ്പി തരണം എന്നൊരു ആഗ്രഹം, അതിനെന്താ കല്ലു, നീ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നോളൂ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് അരവിന്ദ് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. ശാന്തപ്പൻ മാമൻ്റെ ഭാഗ്യമാണ് ഇത്രയും ടേസ്റ്റുള്ള വിഭവം എല്ലാ ദിവസവും കഴിക്കാലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ശാന്തപ്പനാണെങ്കിലോ അരവിന്ദ് കൊണ്ടുവന്ന ആള് മൂക്കറ്റം കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാണ്. ഇനി ശാന്തപ്പനെയും കൂട്ടിയാണ് അരവിന്ദ് ബാലൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സമയം ചാരു ശ്രേയയെ കാണാൻ വേണ്ടി ശ്രേയയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ ശ്രേയ ഓഫീസ് വിട്ട ശേഷം വീട്ടിലെത്തുന്ന സമയത്ത് ചാരു അവിടെ ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ ശ്രേയ ദേഷ്യത്തിൽ ചാരുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. നീ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ വന്നത്? അപ്പോൾ ചാരു തിരിച്ചു നല്ല മറുപടിയാണ് കൊടുക്കുന്നത്. ചാരു ആകാശിനെ ശ്രേയ മനഃപൂർവ്വം പൊരി വെയിലത്ത് ആകാശിനെ കൊണ്ട് വണ്ടി തള്ളിപ്പിച്ചതൊക്കെ ചാരു കണ്ടത് കൊണ്ട് ആ ദേഷ്യത്തിലാണ് ചാരു ശ്രേയയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ശ്രേയ പറയണേ, നീ എന്തിനാണ് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീട്ടിലേക്ക് കയറിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചാരു പറയണേ, അതിന് ഞാൻ നിങ്ങളുടെ വീടിനകത്ത് കയറിയിട്ടില്ലല്ലോ, ഇവിടെ പുറത്തല്ല നിന്നത്, എനിക്ക് ശ്രേയയെ കണ്ട് സംസാരിക്കാനാണ്. നീ എന്താ എന്നെ വിളിച്ചത്? ഞാൻ നിന്നെ ശ്രേയ എന്നാണ് വിളിച്ചത്. നീ എന്നെ മര്യാദ ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. നിനക്കൊക്കെ ഞാൻ എന്തിനാണ് മര്യാദ തരേണ്ട ആവശ്യം? നീ എനിക്ക് മര്യാദ തരേണ്ട ആവശ്യമുണ്ട്, കാരണം നിന്റെ ഭർത്താവ് എൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ചാരു പറയണേ, ആ ഭർത്താവിനെ നീ തിരിച്ചെടുക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത്. അത് നിനക്ക് ഓർമ്മയില്ലേ? നീ ആരോടാണ് ഇങ്ങനെ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത് എന്ന് നിനക്കറിയുമോ? അറിയാലോ, എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്ന ശ്രേയയോടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നോട് എനിക്ക് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല. ആദ്യം ഇവിടെ നിന്ന് പുറത്തു പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ശ്രേയ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ചാരു അവിടെ നിൽക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് അത് കേട്ടിട്ട് നീ പോയാൽ മതി. നീ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? പ്രശ്നം ഉണ്ടാക്കാനല്ല ശ്രേയ ഞാൻ വന്നത്, പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നം തീരണമെങ്കിൽ നീ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമില്ലേ, അത് ഇട്ടെറിഞ്ഞുകൊണ്ട് നീ അവിടെ നിന്നും പോവണം. അതിന് നീ തയ്യാറാണോ? അപ്പോൾ ചാരു, ഞാൻ അതിന് തയ്യാറായിട്ട് തന്നെയല്ലേ നിന്നെ കാണാൻ വേണ്ടി അന്ന് ഞാൻ ഇവിടെ വന്നത്. അന്ന് നീ എന്നെ മനസ്സിലാക്കാതെ എന്നോട് മോശമായി സംസാരിക്കുകയും എന്നെ നാണം കെടുത്തി ഇറക്കി വിടുകയാണ് ചെയ്തത്. എൻ്റെ അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ നീയാണുള്ളത് എന്ന് അറിഞ്ഞപ്പോൾ നിന്നെയും അക്കുച്ചേട്ടനെയും ഒന്നിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇതൊന്നും അറിയാതെയാണ് നീ അക്കുച്ചേട്ടനെ എന്തുമാത്രം അധികം ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത്. നിന്റെ മനസ്സിൽ അക്കുച്ചേട്ടൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് നീ ചെയ്താലും അതെല്ലാം അക്കുച്ചേട്ടൻ സഹിച്ച് അതെല്ലാം ചെയ്യുമെന്നാണ് നീ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല ശ്രേയ, നിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും അക്കുച്ചേട്ടൻ അതുപോലെ ചെയ്യുമായിരുന്നു. കാരണം അക്കുച്ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ ജോലി. അല്ലാതെ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല അക്കുച്ചേട്ടൻ നീ പറയുന്ന ജോലികളെല്ലാം ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ശ്രേയക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണ, മതി, ഒന്ന് നിർത്തും. നിനക്ക് എന്തറിയാം? നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? എന്നെക്കുറിച്ചും ആകാശിനെ കുറിച്ചും നിനക്ക് എന്തറിയാം? ഞങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അത് കേട്ടപ്പോൾ ചാരു, എനിക്ക് എല്ലാം അറിയാം, നിനക്കാണ് ഒന്നും അറിയാത്തത്. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? താലി എന്താണെന്ന് നിനക്കറിയുമോ? നിന്റെ മനസ്സിൽ താലി വെറും ചരടാണ്. ആ ചരട് എൻ്റെ കഴുത്തിൽ നിന്നും പൊട്ടിക്കാമെന്നാണ് നീ കരുതിയത്. എന്നിട്ട് ചാരു കഴുത്തിലുള്ള താലി എടുത്ത് അങ്ങ് ശ്രേയയുടെ നേരെ അങ്ങ് കാണിച്ചിട്ട് പറയാണ്, ഇത് താലി, ജന്മജന്മാന്തരമായി തുടരുന്ന ബന്ധം. ഈ താലിയുടെ മഹത്വം അറിയുന്നത് കൊണ്ടാണ് അക്കുച്ചേട്ടൻ എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയ ഉടനെ തന്നെ നിന്നെ അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി
എന്നേക്കുമായി മറന്നത്? ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ ആകാശിന് അവൻ്റെ മനസ്സിൽ നിന്നും എന്നെ മറക്കാൻ കഴിയില്ല. നിങ്ങളെ എല്ലാവരെയും ആകാശ് പറ്റിക്കുകയാണ്. എന്നെ പറ്റിക്കുന്നത് പോലെ ആകാശ് നിങ്ങളെ എല്ലാവരെയും പറ്റിക്കുകയാണ്. ഒരു ദിവസം എല്ലാവർക്കും മുന്നിൽ എൻ്റെ ആകാശിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണിച്ചു തരും. അതുവരെയുള്ളൂ ഈ ഒരു നാടകം. അതുവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ശ്രേയ അകത്തേക്ക് കയറി പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ചാരു വീണ്ടും ശ്രേയ എന്ന് പറഞ്ഞ് വിളിക്കണം. നീ ഒന്ന് കേട്ടോ ശ്രേയ, ഇനി ഒരിക്കലും അക്കുചേട്ടനെ എന്നിൽ നിന്നും പിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഈശ്വരൻ വിചാരിച്ചാൽ പോലും ഞാൻ ഈശ്വരനോട് വരം ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അക്കുചേട്ടനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. നീ എത്ര തന്നെ ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇനി നിനക്ക് ഞാൻ എൻ്റെ അക്കുചേട്ടനെ വിട്ടുതരില്ല. ഞാനും എൻ്റെ അക്കുചേട്ടനും ഒരുമിച്ച് ജീവിക്കുന്നത് നീ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രേയയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട്, ഇല്ല, ഒരിക്കലും നീയും ആകാശം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എവിടുന്നാണ് ഇത്രയ്ക്ക് ധൈര്യം എന്ന് ചോദിച്ചപ്പോൾ ചാരു പറയണേ, ചേട്ടനെ ആ വെയിലത്ത്, പൊരി വെയിലത്ത് നീ വണ്ടി തള്ളിപ്പിച്ചില്ലേ, അതുമാത്രം മതി നിന്റെ മുന്നിൽ വന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യം വരാൻ. എൻ്റെ അക്കുചേട്ടനെ നീ ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു എന്നാവും നീ കരുതിയത്. നീ എൻ്റെ അക്കുചേട്ടന് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞാൻ അപ്പോഴേ അറിയും. നീ ഇതുപോലെ എൻ്റെ അക്കുചേട്ടനെ പല തവണയായി ഇങ്ങനെ ഉപദ്രവിക്കുന്നു. ഇതുവരെ ഞാൻ ക്ഷമിച്ചു, ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇനി നീ എൻ്റെ അക്കുചേട്ടനെതിരെ എന്തെങ്കിലും ചെയ്താൽ ഈ ചാരു ആരാണെന്നുള്ളത് നീ അറിയും. ഇത് ഞാൻ വെറുതെ പറയുന്ന വാക്കൊന്നുമല്ല, ഞാനത് ചെയ്തു കാണിച്ചിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറയണേ, നീ എന്താ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. നീ ആരാടി നീ എന്നെ വന്ന് ഭീഷണിപ്പെടുത്താൻ? ഞാൻ വലിയ സംഭവമൊന്നുമല്ല. നീയല്ലേ വലിയ സംഭവമാണെന്ന് കരുതി നടക്കുന്നത്. നീ വലിയ പഠിപ്പൊക്കെ പഠിച്ച് ഇത്രയും വലിയ ജോലിയൊക്കെ നേടിയിട്ട് ഇത്രയും വലിയ സ്ഥാനത്തിരുന്നിട്ട് പോലും നാണം കെട്ട ചീപ്പ് പരിപാടിയല്ലേ നീ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ അക്കുചേട്ടനോട് ചെയ്തിട്ട് നാണം കെട്ട പരിപാടിയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്തിൻ്റെ പദവി പോലും നീ കളഞ്ഞു കുളിക്കുകയല്ലേ ചെയ്യുന്നത്. നീ എന്നെക്കുറിച്ച് കരുതുന്നുണ്ടാവും ഒരു നാട്ടുംപുറത്തുകാരി, പഠിപ്പില്ലാത്തവൾ, തുണി വ്യാപാരം ചെയ്യുന്നവൾ എന്നൊക്കെയാവും നീ കരുതുന്നുണ്ടാവും. എന്നെക്കുറിച്ച് നീ അങ്ങനെയാവും ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നെപ്പോലുള്ള സാധാരണക്കാരിയായ ഭാര്യ അവളുടെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണോ എന്താണോ എന്നൊന്നും നോക്കാതെ അവിടെ വന്ന് പ്രതികരിച്ചിരിക്കും. നീ ഒരു കഥ കേട്ടിട്ടുണ്ടോ? യമനെ ദ്രോഹിച്ച് സാവിത്രി നേടിയ ആ കഥ. അത് വെറുതെ ഉള്ള കഥയൊന്നുമല്ല, ഇതുപോലെ ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ കഥയാണ്. നീ എന്നെ അതുപോലെ ഒരു പെണ്ണാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ചാരുവിൻ്റെ ആ സംസാരം കേട്ടപ്പോൾ ശ്രേയക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണേ, നീ ഇപ്പം എന്നോട് ഈ വന്ന് സംസാരിച്ചില്ലേ, ഇതിന് ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ ഞാൻ ആകാശിൽ നിന്നും പിരിച്ച് ആ വീട്ടിൽ നിന്നും ഇറക്കി വിടും. എന്നിട്ട് നിന്റെ കഴുത്തിലുള്ള താലി ഞാൻ ആകാശിനെ കൊണ്ട് തന്നെ അഴിപ്പിക്കും. എന്നിട്ട് ആ താലി എൻ്റെ കഴുത്തിൽ ഞാൻ ആകാശിനെ കൊണ്ട് കെട്ടിപ്പിക്കുകയും ആ വീട്ടിൽ തന്നെ ഞാൻ ജീവിക്കുകയും ചെയ്യും. ഇത് ഞാൻ നിന്നോട് പറയുന്ന ചലഞ്ചാണ്. ഈ ചലഞ്ചിന് നീ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ചാരു പറയണേ, ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു. നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെയും അക്കുചേട്ടനെയും പിരിക്കാൻ കഴിയില്ല. ഈ ഒരു ജന്മത്തിലല്ല, ഇനിയുള്ള ജന്മത്തിലും ഞാനും എൻ്റെ അക്കുചേട്ടനും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കും. അഥവാ ഞാൻ എൻ്റെ അക്കുചേട്ടനിൽ നിന്നും പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവൻ പോയിട്ട് മാത്രമായിരിക്കും. എൻ്റെ ഈ വെല്ലുവിളി ഞാനും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രേയയെ വെല്ലുവിളിച്ചുകൊണ്ട് ചാരു വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് അശ്വതി എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോഴാണ് ആകാശ് വരുന്നത്. അപ്പോൾ ആകാശിനോട് പറയണേ, നീയും അച്ഛനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചോ ആകാശ് എന്ന് പറയുമ്പോൾ ആകാശ് പറയണേ, എനിക്ക് ആദ്യം അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ബാലൻ ചോദിക്കുകയാണ്, എന്താ ആകാശ്, ഓഫീസിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ അവർ സംസാരിച്ച് തുടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവിടേക്ക് അരവിന്ദ് കള്ള് കുടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അരവിന്ദ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരാളേനെ ഇങ്ങനെ വല്ലാതെ സ്വീകരിക്കുന്നുണ്ട്. അകത്തേക്ക് കയറി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാതെ സ്വീകരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഹേമയ്ക്ക് ഇതിപ്പോൾ അരവിന്ദ് ആരെ കൂട്ടിയിട്ടാണാവോ വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ ഹേമ അരവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആകാശും ബാലനും അശ്വതിയും അനു ഒക്കെ ഇങ്ങനെ ആരാവും എന്നുള്ള ഭാവത്തിലാണ് അരവിന്ദ് ഇങ്ങനെ സൽക്കരിച്ച് വിളിക്കുന്നത്, ആരെ ആവും എന്നുള്ള ഭാവത്തിലൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് ഹേമ ശാന്തപ്പനെ കാണുന്നത്. അപ്പോൾ അരവിന്ദ് ഇങ്ങനെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് ശാന്തപ്പനെയാണ് എന്ന് കണ്ടപ്പോൾ ഹേമക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ അരവിന്ദനെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്, നീ എന്തിനാടാ ഇയാളെന്നെ ഇപ്പോൾ ഇവിടേക്ക് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് എന്നുള്ള ഭാവത്തിൽ രമേശൻ ചോദിക്കുകയാണ്, അല്ല അരവിന്ദ, നീ ആരെയാണ് ഇങ്ങനെ ക്ഷണിക്കുന്നത്, ആരാണ് എന്ന് ചോദിക്കുമ്പോൾ രമേശൻ ശാന്തപ്പനെ കണ്ടപ്പോൾ ആരിത്, ശാന്തപ്പൻ മാമനോ, എന്താ അകത്തേക്ക് കയറി വരൂ എന്ന് പറയാം. അപ്പോഴാണ് ബാലനും ആകാശും അശ്വതിയും അനുവും ഒക്കെ ശാന്തപ്പനെ കാണുന്നത്. അപ്പോൾ ശാന്തപ്പൻ
കള്ള് കുടിച്ച് 4 കാലിലാണ് വരുന്നത്. അപ്പോൾ ശാന്തപ്പനെ കണ്ടപ്പോൾ ഇയാളിപ്പോൾ എന്തിനാണാവോ ഇവിടേക്ക് വന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാവും എന്നുള്ള ഭാവത്തിലാണ് അവരൊക്കെ നോക്കുന്നത്. എന്നിട്ട് ശാന്തപ്പൻ പറയണേ, ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടില്ല എന്ന് ശപഥം ചെയ്തു പോയതാണ്. നീ എന്നെ സ്നേഹത്തോടു കൂടി ഇവിടേക്ക് വിളിച്ചതുകൊണ്ടാണ് ഞാൻ നിന്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ തോറ്റുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എൻ്റെ മനസ്സിലുള്ള വൈരാഗ്യത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നിന്റെ സ്നേഹത്തിനാണ്. എന്നിട്ട് ശാന്തപ്പൻ അരവിന്ദനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്നാണ് ബാലനെ ശാന്തപ്പൻ കാണുന്നത്. അപ്പോൾ കളിയാക്കിയിട്ട്, ആരിത്, ബാലമാഷോ? ഞാൻ കണ്ടില്ല. എന്നിട്ട് ശാന്തപ്പനും അരവിന്ദനും ഹേമയൊക്കെ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് പറയണേ, ഞാനിപ്പോൾ എവിടെ എന്തിനാണ് വന്നത് എന്നായിരിക്കും അല്ലേ ബാലമാഷി ചിന്തിക്കുന്നുണ്ടാവുക. ഇവിടെ എൻ്റെ മോൻ അരവിന്ദൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഇവിടെ തനിച്ചാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ടാണ് ചാരു പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് അരവിന്ദൻ അപ്പനോട് കളിയാക്കിയിട്ട് പറയണേ, ബാലനെ കളിയാക്കിയിട്ട് പറയണേ, നെറ്റിയിൽ 1 രൂപ വെച്ചാൽ അത് എടുക്കാൻ പോലും പാകമില്ലാത്തവരുടെയൊക്കെ മുന്നിൽ എന്തിനാണ് ശാന്തപ്പൻ മാമ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്? ഇവിടെ ഇരിക്കുക, ഇങ്ങനെയല്ല ഇരിക്കേണ്ടത് ശാന്തപ്പൻ മാമേ, കാലുമ്മക്കാല് കയറ്റി ഇരിക്കുക, അപ്പോഴല്ലേ ഒരു ഗെറ്റപ്പ് ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോൾ ശാന്തപ്പൻ അരവിന്ദ് പറഞ്ഞ പോലെ തന്നെ ബാലൻ്റെ മുന്നിൽ വെച്ച് കാലുമ്മക്കാലും കയറ്റി ഇരിക്കുകയാണ്. അതൊക്കെ കാണുന്ന സമയത്ത് ബാലനും ആകാശും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോഴത്തേക്കും ചാരുവിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ചാരു ശാന്തപ്പൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, നിങ്ങൾ ഇവിടെ നിന്നും എണീക്കുന്നുണ്ടോ? അയ്യോ, എൻ്റെ മോളോ ചാരുവോ? നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്നും എണീക്കാനോ? നിങ്ങൾക്ക് എന്താ നാണമുണ്ട്? നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് ചോദിച്ചപ്പോൾ ശാന്തപ്പൻ പറയണേ, ഞാൻ മനുഷ്യനൊന്നല്ല, നിന്റെ അച്ഛനല്ലേ. അപ്പോൾ മനുഷ്യനേക്കാളും മുകളിലായ ഒരു ദൈവത്തിൻ്റെ സ്ഥാനമാണ് നീ എനിക്ക് തരേണ്ടത്. നിങ്ങളോടല്ലേ പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് എണീറ്റു പോകുന്നുണ്ട്, മകളെ കല്യാണം കഴിച്ചു കൊണ്ടുകൊടുത്ത വീട്ടിൽ പോയി കള്ളു കുടിച്ചുകൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങുന്നു, നിങ്ങളോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചാരു ശാന്തപ്പൻ്റെ നേരെ അങ്ങ് ചൂടായി സംസാരിക്കുമ്പോൾ അരവിന്ദ് പറയണേ, അല്ല ചാരു, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അല്ല, നിനക്കെന്താ ഒരു ബഹുമാനവുമില്ലാതെ സ്വന്തം അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക? ഞാൻ വിളിച്ചിട്ടാണ് ശാന്തപ്പ മാമ ഇവിടേക്ക് വന്നത്. നീ പറഞ്ഞാൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാനേ. ഇത് നിന്റെ വീടൊന്നുമല്ല, ഇത് എൻ്റെ വീടാണ്. ഞാൻ അതിന് നിങ്ങളോടല്ല സംസാരിച്ചത്, എൻ്റെ അച്ഛനോടാണ്. അത് ശരി, നിന്റെ അച്ഛനോട് നീ സംസാരിച്ചോ? പക്ഷേ നീ ഇത് മാത്രം പറയരുത്, ഇത് നിന്റെ വീടാണെന്ന് മാത്രം നീ പറയരുത്. അത് കേട്ടപ്പോൾ ശാന്തപ്പൻ പറയണേ, കണ്ടില്ലേ എൻ്റെ അരവിന്ദ് മോൻ പറഞ്ഞത് കണ്ടില്ലേ, ഇത് നിന്റെ വീടല്ല, ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറയാനേ നിനക്ക് ഒരു അധികാരവുമില്ല. അത് കേട്ടപ്പോൾ ബാലൻ, അതുവരെ ക്ഷമിച്ചു നിന്ന ബാലൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, ശാന്തപ്പ, ഈ വീട്ടിൽ നിന്നും ആരോട് ഇറങ്ങിപ്പോവാൻ പറയാനുമുള്ള അധികാരം എൻ്റെ ചാരുമോൾക്കുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.